പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കിയാലോ. പഴം കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന പഴമൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണെന്ന്. നമ്മുടെ വീട്ടിലുണ്ടായ പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ അവസാനമായി വരുമ്പോഴത്തേക്ക് ആർക്കും അത്ര അങ്ങോട്ട് താല്പര്യമില്ല പഴം കഴിക്കണമെന്ന്. അപ്പോൾ അത് കളയാതെ ഇങ്ങനൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഴം ഇവിടുന്ന് ഇരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലിപ്പം ഗോതമ്പ് മാവാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഗോതമ്പ് മാവാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഹെൽത്തി ആണല്ലോ, അതുകൊണ്ട് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഞാനൊരു 6 പഴം അതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് ഗോതമ്പ് മാവ് അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ, വെള്ളത്തിന് പകരം പാലാണ് ചേർക്കുന്നത്. ഇനി 2 കോഴിമുട്ട അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.25 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മിക്സിയുടെ ജാർ നടച്ചിട്ട് ഒന്നിങ്ങി അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്നുകൂടി ഒരു തവി എന്തെങ്കിലും കൊണ്ട് ഒന്നുകൂടി ഒന്ന് കലക്കിയെടുക്കണം. ഒരു ബീറ്ററോ തവിയോ എന്തെങ്കിലും കൊണ്ട്, ചിലപ്പോൾ ചെറിയ കട്ടകളുണ്ടാവും ഇതിൽ, അതൊന്നും കൂടെ ഒന്ന് ഇതുപോലൊന്ന് ഇളക്കി ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങുടച്ചെടുക്കാം നമുക്കിത്. അപ്പോൾ ഇതിൽ ഒരുപാട് കട്ടകളില്ല. ഈ ഒരു രീതിയിൽ വേണം മാവ് നമ്മൾ തയ്യാറാക്കി എടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ, ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതൊന്നങ്ങ് ഒരു ബ്രഷ് എന്തെങ്കിലും കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ഈ ദോശ ചുട്ടെടുക്കണം. ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം, ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോഴേ ഇത് പൊള്ളി വരുള്ളൂ. ഒരല്പം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് പരത്തിയെടുക്കാം. ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മുട്ടയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പാനിൽ നിന്നൊക്കെ വിട്ടു പോകുന്നുണ്ട്. ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ദോശ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒരുവിധം പൊള്ളി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടി എനേബിൾ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദോശ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അടുത്ത ദോശകളിലൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിനി ഒരു ടീ കൂടി ചെയ്യുന്നുണ്ട്. നല്ല ഹെൽത്തി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടീ ആണ് കേട്ടോ. അത് നമുക്ക് ദോശ ചുട്ടതിന് ശേഷം അത് നമുക്ക് കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ അതടുത്ത മാവ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പൊള്ളി വരും. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് എന്നും നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കൊടുക്കാതെ, ഇപ്പോൾ എല്ലാവരും അതാണല്ലോ അധികവും അല്ലേ, കുട്ടികൾക്ക് അതാണല്ലോ താല്പര്യം. ഇതുപോലെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ദോശകളൂടെയൊക്കെ വിഭവങ്ങളൂടെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് തീർച്ചയായിട്ടും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ രണ്ടാമത് ഒഴിച്ച മാവും ഇവിടെ വെന്തിട്ടുണ്ട്. ആ ദോശയും കൂടി ഞാനിങ്ങനെ മാറ്റുകയാണ്.
അപ്പോൾ അതാ ദോശ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിപൊളി ടീ. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. ഇഞ്ചിയൊക്കെ കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടുകളിലുണ്ടാവില്ലേ, അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ചായയിട്ട് പാൽ ചേർക്കുന്ന ചായയില്ലേ അതിലും ചെയ്തു നോക്കി. പക്ഷേ ടേസ്റ്റ് ഇതിനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല സൂപ്പർ കിടിലൻ ടേസ്റ്റാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമുക്ക് വീട്ടിൽ ഇഞ്ചിയുണ്ട്. ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഇഞ്ചി നട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള ഒരു 3-4 തണ്ട് ഇല ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. അപ്പം ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചായയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ ഇല എടുക്കാൻ വന്ന സമയത്ത് നല്ല മഴക്കോളുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ ചാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ടപ്പം ഇത് കൊള്ളാം, കാണാൻ രസമുള്ളതുപോലെ തോന്നി കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലിപ്പും കൂടെ ഒന്ന് എടുത്ത് അവിടെ നിന്ന് അതൊന്ന് നല്ല ഭംഗിയുണ്ടല്ലോ, കാർമേഘമൊക്കെ ഇങ്ങനെ വന്ന് ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു മഴ. അപ്പോൾ അങ്ങനെ ഇഞ്ചിയുടെ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചായയ്ക്ക് വെള്ളം വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓണാക്കി കൊടുത്തു. ഇനി ഇഞ്ചിയുടെ ഇല കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വരണം കേട്ടോ. ആ സമയത്ത് നല്ല അടിപൊളി മണമാണ്. നമ്മുടെ കിച്ചണിലൊക്കെ നല്ല സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ ആ മണം ഞാനിങ്ങനെ ശരിക്കും ഒന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. തേയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയുടെ ഇല ഒരു 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് റെഡിയായതിന് ശേഷം മാത്രം നമ്മൾ പഞ്ചസാരയും തേയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലർക്കൊക്കെ ഛർദിലിൻ്റെ പ്രശ്നമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ ടീ ഇങ്ങനെ കുടിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തി ആണല്ലോ ഇഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക്. അതുപോലെ തന്നെ ദഹനത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഇഞ്ചി ചായ. ഇഞ്ചിയുടെ ഇല നമ്മൾ ഇഞ്ചി ഇടുന്നതിനേക്കാളും ഇഞ്ചി ചതച്ചിട്ട് നമ്മൾ ചായ ഇടാറുണ്ടല്ലോ, എനിക്ക് അതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടോ ഇതിന്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ. ഇതേ കണ്ടോ, നല്ല ഇതിൻ്റെ തേയില കൂടിപ്പോയിട്ട് അല്ലെങ്കിൽ ചായപ്പൊടി കൂടിപ്പോയിട്ടുണ്ടെങ്കിലും കുടിക്കാൻ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു, അതത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. അത് ശ്രദ്ധിക്കണം, ഒരുപാട് കടുപ്പം കൂടിപ്പോകാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ല സ്മെല്ലാണ് ഇത് അരിച്ചെടുക്കുന്ന സമയത്തൊക്കെ. നമ്മുടെ കിച്ചണിലൊക്കെ നല്ല സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.